ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ സിനിമയ്ക്ക് ഞാൻ പോവാണ്. പാച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു, വേഗം ഒരുങ്ങിയിരുന്നോ, നമുക്കിന്ന് ഫസ്റ്റ് ഷോയ്ക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഉണ്ണീനൊക്കെ സെറ്റാക്കിയിരിക്കും, ബേബിക്കുള്ള ഫീഡൊക്കെ ചെയ്ത് അവൾക്ക് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്ത് സെറ്റായിരിക്കും. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഈ വർഷത്തെ ആദ്യത്തെ സിനിമയാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്താണ് ഇത്ര അധികം സന്തോഷം ഒരു സിനിമയ്ക്ക് പോകണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സിനിമയ്ക്ക് ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. ക്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രേസ് ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 15 സിനിമയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എന്തോരം ക്രേസ് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ ജനുവരിയിൽ കൺസീവ് ആയതാണ്. ആ ജനുവരി തൊട്ട് ഡിസംബർ വരെ എടുത്തിട്ടുണ്ടെങ്കിൽ 15 മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. സാറന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 15 മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് പോകണമെങ്കിൽ എന്തായിരിക്കുന്നു. പക്ഷേ ഈ വർഷം ഇതൊരൊറ്റ മൂവിക്ക് പോയിട്ടില്ല. സാറ് കുഞ്ഞല്ല, പിന്നെ വീട്ടിൽ ആരുമില്ല, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേബീനെ നമുക്ക് ആരെങ്കിലും കൊടുത്തേൽപ്പിക്കാനും പറ്റില്ല. അത് തന്നെ ഞങ്ങളങ്ങനെ മൂവിക്കൊന്നും പോവാതിരിക്കായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും മൂവി ഡേ ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര നാളായെന്നറിയോ നമ്മൾ തിയേറ്ററിലൊക്കെ പോയിട്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സാറേനെ കൊണ്ട് ആദ്യത്തെ ദിവസം മുമ്പ് കോളാവോ കരയോ ഒന്നും അറിയില്ല. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ഇപ്പം തന്നെ പറഞ്ഞു വെക്കാം. അതാണ് ഞാൻ ഈ കൂറ നെയ്റ്റിയിൽ തന്നെ നിൽക്കുന്നത്. മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി, ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അധികം ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ബേബീനൊക്കെ കൊണ്ടുപോയപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, എന്തൊക്കെ പ്രിക്കോഷൻസൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാണോ? നല്ല, എനിക്ക് ബേബീനെ എടുത്ത് സ്റ്റെയർ കയറാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ലിഫ്റ്റിലാണ് വന്നത്. പാച്ചു നേരത്തെ എത്തി ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോയി നിൽക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വന്നിട്ടുള്ളത് ഏത് തിയേറ്ററാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്രയാറുള്ള VB മോൾ 3 സ്ക്രീൻ ഉണ്ട് തോന്നുന്നു. 3 സ്ക്രീനുണ്ട് ഇവിടെ. അപ്പോൾ അതിലുള്ളൊരു ഞങ്ങളുടെ സ്ക്രീൻ 2 ആണ് കേട്ടോ തിയേറ്റർ. അടിപൊളി ആംബിയൻസ് ആണ്, കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ സേറനും കുട്ടി ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ ഞങ്ങൾ കാണാൻ വന്ന സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി. എനിക്ക് എല്ലാ ടൈപ്പും ആക്ഷൻ, റൊമാൻറ്റിക്, ഹൊറർ എല്ലാ ടൈപ്പും എനിക്ക് ഓടും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഇത്തിരി കോമഡി പടങ്ങളാണ് ആൾക്കിഷ്ടം. പുറത്തിറങ്ങിയ സന്തോഷത്തിലാണെന്നറിയില്ല, സാറ് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഉറക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ആൾ ഭയങ്കര കളിയുടെ ജ്വരത്തിലിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഉറങ്ങാനായിട്ട് കുറേ ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആൾ ഉറങ്ങുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, സാറാനെ എടുത്ത് തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. കാരണം ഉറങ്ങണ ലക്ഷണമൊന്നും കാണാനില്ല. അങ്ങനെ പിന്നെ ദൈവമേ, എല്ലാ ദൈവങ്ങളെയും വിളിച്ച് കയറി. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 പേരാ സിനിമയ്ക്കുള്ളൂ ആകെ. അത് കാരണം തെറിവിളി കുറച്ച് കുറവായിരിക്കും. നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, കുഞ്ഞുണ്ണികളെ കൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ അയ്യോ ഇവർ അലമ്പുണ്ടാക്കോ, കരയോ, അപ്പോൾ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നിന്ന്. പക്ഷേ നമ്മുടെ വീട്ടിൽ വേറെ ആരുമില്ല കൊടുത്തേൽപ്പിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ബേബീനെ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ അവളെ അകത്തോട്ട് കയറണ കാരണം ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് പൊതിഞ്ഞു വെച്ചു. മൊത്തത്തിൽ തണവാണല്ലോ, അത് കാരണം പൊതിഞ്ഞു വെച്ചു. പിന്നെ അവിടെ എത്തി സിനിമയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സാറ് ഉറങ്ങിയിട്ടാണ്, തണവടിച്ചിട്ടാന്ന് തോന്നുന്നു. പക്ഷേ ക്യാപ്പ് ഊരി, ആൾക്ക് ക്യാപ്പ് വെച്ചിട്ട് എന്തോ ഡിസ്കംഫർട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാപ്പ് ഊരി. പിന്നെ നല്ല ഉറക്കമായി. ഞാൻ സോക്സൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, തണവല്ലേ. അങ്ങനെ വെള്ളം പൊതിച്ചപ്പോൾ സുഖമായി സാറ് ഉറങ്ങി. അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ മൂവി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സാറ് എണീറ്റത്. അതിനിടയിൽ 1-2 പ്രാവശ്യം എണീറ്റു. എന്നാലും വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ മൂവി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിലാക്സ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ സാറ് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സിനിമ കാണുന്നതിനിടയിൽ 1-2 പ്രാവശ്യം അവൾ എണീറ്റു. അപ്പോൾ എണീറ്റപ്പോഴുള്ള കലാപരിപാടിയാണിത്. സീറ്റുമ്പോൾ മാന്തി പൊളിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു, കരയാണ്ടിരിക്കണ്ടല്ലോ. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ആകെ കുറച്ച് പേരുള്ളൂ മൂവി കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ ഈ മൂവി വ്ളോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ. വലിയ അലമ്പൊന്നും ഉണ്ടാക്കാത്ത കാരണം രക്ഷപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇനിയും ഇങ്ങനത്തെ മൂവീസ് കാണാനായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇനിയും ഞങ്ങളുടെ വീഡിയോസ് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.